ഹലോ നമസ്കാരം, രഞ്ജിത്ത്. ഇന്ന് നമുക്ക് എന്താണ് ഒരു സ്ക്രം മീറ്റിംഗ് എന്ന് നോക്കാം. SCRUM സ്ക്രം. സ്ക്രം മീറ്റിങ്ങുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിലൊക്കെയാണ്, പ്രത്യേകിച്ചും ഒരു അജൈൽ അറ്റ്മോസ്ഫിയറിലെല്ലാം. വളരെ കൃത്യമായും വളരെ സ്പീഡോടുകൂടിയും പ്രൊജക്റ്റുകൾ മൂവ് ചെയ്യുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകൾ, റിവ്യൂ മീറ്റിങ്ങുകൾ ആവശ്യമാണ്. ഡെയിലി ചെയ്യുന്ന ചെറിയ റിവ്യൂ മീറ്റിങ്ങുകളെയാണ് സ്ക്രം മീറ്റിംഗ് എന്ന വാക്കുകൊണ്ട് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. സ്ക്രം എന്ന് പറയുന്ന വാക്ക് ആക്ച്വലി വരുന്നത് റഗ്ബി കളിയിൽ നിന്നാണ്. റഗ്ബി കളിയിൽ ബോൾ മൂവ് ചെയ്യുന്നതിനും കൃത്യമായി ഫോർവേഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും വേണ്ടി അവർ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയും ചെറിയ ചെറിയ മീറ്റിങ്ങുകൾ കൂടി ഇതിൻ്റെ ടെക്നിക്കുകൾ പ്ലാൻ ചെയ്യുകയും ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അത്തരം ഒരു പരിപാടിയിൽ നിന്നാണ് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ സ്ക്രം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ടാവുന്നത് തന്നെ. സ്ക്രം കോൺസെപ്റ്റിൽ പ്രധാനമായിട്ടും 6 ഭാഗങ്ങളാണുള്ളത്. ഈ 6 ഭാഗങ്ങളും കൃത്യമായി ശ്രദ്ധിച്ചില്ലെങ്കിൽ അതൊരു സ്ക്രം മീറ്റിംഗ് ആവുകയില്ല. ഏറ്റവും ആദ്യത്തെ കാര്യം ടൈം ആൻഡ് ഫ്രീക്വൻസി തന്നെയാണ്. ടൈം എന്ന് പറയുമ്പോൾ ഒരു സ്ക്രം മീറ്റിങ്ങിന് മാക്സിമം എടുക്കാവുന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു 15 മിനിറ്റാണ്. 15 മിനിറ്റിൽ കൂടുതൽ സ്ക്രം മീറ്റിങ്ങുകൾ നടത്താൻ പാടില്ല. കാരണം ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് ഓൺഗോയിങ് ആണെങ്കിൽ ആ പ്രൊജക്റ്റിൻ്റെ അപ്ഡേറ്റുകൾ കൃത്യമായി അറിയുന്നതിന് വേണ്ടിയാണ് സ്ക്രം മീറ്റുകൾ നടത്തുന്നത്. എല്ലാ ദിവസവും നടത്തുമ്പോഴാണ് അത് കൃത്യമായിട്ടുള്ള റിവ്യൂ ആയി മാറുന്നത് എന്നും നിങ്ങൾക്കറിയാം. അപ്പോൾ ഏതൊരു കാര്യത്തിനും, ഇപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ സ്ക്രം മീറ്റിങ്ങുകൾ നടത്താവുന്നതാണ്. സ്ക്രം മീറ്റിങ്ങുകൾ സാധാരണഗതിയിൽ നിന്നിട്ടാണ് നടത്താറുള്ളത്, സാധാരണ ഇരിക്കാറില്ല. അതിന് കാരണം അനാവശ്യമായിട്ടുള്ള ഡിസ്കഷനുകളിലേക്ക് പോകണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ എല്ലാ ദിവസവും ഏതെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു സമയത്ത്, കൃത്യമായിട്ടുള്ള ഒരു പീരീഡിലേക്ക്, മാക്സിമം ഒരു 15 മിനിറ്റിലേക്കാണ് സ്ക്രം മീറ്റുകൾ നടത്തുന്നത് എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം അറ്റൻഡീസ് ആരൊക്കെയാണ് എന്നുള്ളതാണ്. ടീം സ്ക്രമുകളാണ് സാധാരണ നടത്തുന്നത്. ഇപ്പോൾ നമ്മളുടെ ടീമിനകത്ത് ഏകദേശം 5 6 അല്ലെങ്കിൽ 10 പേരുണ്ടെങ്കിൽ അത്രയും ആളുകൾ മാത്രമാണ് ആ സ്ക്രം മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്. അവരെല്ലാം സാധാരണഗതിയിൽ നിൽക്കുകയായിരിക്കും ചെയ്യുന്നത്, വട്ടത്തിൽ നിൽക്കുക എന്നുള്ളതാണ്. ആ സ്ക്രം മീറ്റിങ്ങുകൾ നടത്തുമ്പോൾ പലപ്പോഴും നമ്മൾ ഫുട്ബോൾ കളിക്കിടയിലൊക്കെ ഇവരൊരു വൃത്താകൃതിയിൽ നിന്ന് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്, മോട്ടിവേറ്റ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും. ഏകദേശം അത്തരത്തിലുള്ളൊരു മീറ്റിംഗ് തന്നെയാണ് സ്ക്രം മീറ്റിങ്ങുകൾ. അപ്പോൾ അറ്റൻഡീസ് ആയിട്ട് എല്ലാ ടീം മെമ്പേഴ്സും വേണം എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഒപ്പം തന്നെ ഓരോരുത്തർക്കും അവരുടെ റെസ്പോൺസിബിലിറ്റീസ് മുമ്പേ തന്നെ കൃത്യമായി അറിയുകയും വേണം. അപ്പോൾ കൃത്യമായി ഓരോരുത്തർക്ക് റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തതിന് ശേഷം അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എവിടം വരെ ആയി എന്ന് അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ സ്ക്രം മീറ്റിങ്ങുകൾ നടത്തുന്നത്. മൂന്നാമത്തെ കാര്യം എന്താണ് ഇതിൻ്റെ ഫോർമാറ്റ് എന്നുള്ളതാണ്. ഫോർമാറ്റ് വളരെ സിമ്പിളാണ്. എന്തായിരുന്നു ഇന്നലെ ചെയ്യേണ്ട ആക്ടിവിറ്റി? അപ്പോൾ അത് എല്ലാവരും കൃത്യമായിട്ട് പറയുന്നു. ഇന്നലെ ചെയ്യേണ്ടത് അതായിരുന്നു. എത്രയായി അതിൻ്റെ അപ്ഡേഷൻ, അതായത് എത്രമാത്രം ചെയ്തു കഴിഞ്ഞു, എത്ര ചെയ്യണമായിരുന്നു, എത്ര ചെയ്തു കഴിഞ്ഞു, ഇന്ന് എന്താണ് ചെയ്യാനുള്ളത്, അതിനകത്ത് ആ ചെയ്യാനുള്ള കാര്യത്തിനകത്ത് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ, വളരെ സ്പെസിഫിക് ആണ്. അപ്പോൾ ഇന്നലെ എത്ര ചെയ്യണമായിരുന്നു, എത്ര ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്, ഇന്ന് എത്ര ചെയ്യാനുണ്ട്, ആ ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള റോഡ് ബ്ലോക്കുകളുണ്ടോ. ഈ റോഡ് ബ്ലോക്ക് അല്ലെങ്കിൽ ഇഷ്യൂ എന്ന് പറയുന്നത് കുറച്ച് വലിയൊരു ഇഷ്യൂ ആണെങ്കിൽ ആ മീറ്റിങ്ങിൽ വെച്ച് സംസാരിക്കാതെ അവിടെ നിന്ന് അത് എടുത്തുകൊണ്ട് അപ്പുറത്ത് പോയി അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പരിഹരിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സ്ക്രം മീറ്റുകൾ ദീർഘിച്ച് പോവും എന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പ്രോബ്ലം സോൾവിങ്ങിലല്ല എന്നുള്ളതാണ്. അപ്ഡേറ്റ്സിലാണ് ഫോക്കസ് ചെയ്യുന്നത്. പ്രോബ്ലം സോൾവിങ്ങിന് ഫോക്കസ് ചെയ്യുമ്പോഴാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള റിവ്യൂ മീറ്റിങ്ങുകളും സ്ക്രം മീറ്റിങ്ങുകളും ഒക്കെ അതിൻ്റെ ഉദ്ദേശശുദ്ധി നടക്കാതെ പോകുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഫോക്കസ് ചെയ്യേണ്ടത് അപ്ഡേറ്റ്സിലാണ്. അപ്പോൾ എത്രയായി നിങ്ങളുടെ ജോലിയുടെ പ്രോഗ്രസ് എന്നുള്ളതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. പ്രോഗ്രസ്സിന് പ്രശ്നമുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് പോയിട്ട് അഡ്രസ്സ് ചെയ്യുകയും കൃത്യമായിട്ട് അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സൊല്യൂഷൻ കണ്ടുപിടിക്കണം എന്നുള്ള വാർണിംഗ് മാത്രമാണ് സ്ക്രം മീറ്റിങ്ങിലൂടെ നമുക്ക് കിട്ടുന്നത്. ചുരുക്കി പറഞ്ഞാൽ അപ്ഡേറ്റ്സിന് വേണ്ടിയാണ് സ്ക്രം മീറ്റിങ്ങുകൾ നടത്തുന്നത്, അല്ലാതെ അവിടെ ഒരു പ്രോബ്ലം സോൾവിംഗ് അല്ല നടക്കുന്നത്. അഞ്ചാമത്തെ പോയിന്റ്, യാതൊരു കാരണവശാലും നിങ്ങൾ ഇരിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. പലപ്പോഴും റിവ്യൂ മീറ്റിങ്ങുകൾ നടത്തുന്നത് വളരെ സുഖകരമായി കസേരയിൽ ഇരുന്നു കൊണ്ട് ചായയും പരിപ്പുവടയൊക്കെ കൊണ്ടുവച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഒരു കാരണവശാലും വളരെ സ്പെസിഫിക് ആയിട്ടുള്ള അപ്ഡേറ്റ്സോ അല്ലെങ്കിൽ പ്രോഗ്രസ് ചെക്കിങ്ങോ നടക്കില്ല എന്നുള്ളതാണ്. പലപ്പോഴും സ്റ്റോറികളിലേക്ക്, കഥകളിലേക്കും ഒക്കെ വഴി തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇരിക്കാൻ അനുവദിക്കാതെ നിന്നിട്ട് തന്നെയാണ് സ്ക്രം മീറ്റിങ്ങുകൾ നടത്തേണ്ടതെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. ആൻഡ് ഫൈനലി അഡാപ്റ്റേഷനാണ്. പലപ്പോഴും ഈ അപ്ഡേറ്റ്സ് കിട്ടുമ്പോഴാണ് ഏതെങ്കിലും ഒരു റോഡ് ബ്ലോക്കിനെ കുറിച്ച് മനസ്സിലാവുക, അല്ലെങ്കിൽ ഒരു റിയൽ ഇഷ്യൂവിനെ കുറിച്ച് സംസാരിക്കാനുള്ള അവസരം ലഭിക്കുക. പക്ഷേ ആ റിയൽ ഇഷ്യൂ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവിങ്ങിലേക്കോ വലിയൊരു ഡിസ്കഷനിലേക്കോ അവിടെ പോകാതെ അത് കുറിച്ച് വെച്ചതിന് ശേഷം അപ്പുറത്തേക്ക് പോയ ഒരു റിയൽ ഇഷ്യൂ സോൾവ് ചെയ്യപ്പെടേണ്ടതാണെങ്കിൽ, ചിലത് ചെയ്യപ്പെടേണ്ടതല്ലായിരിക്കാം, ചിലപ്പോൾ അവോയ്ഡ് ചെയ്ത് കളയേണ്ട ഇഷ്യൂ ആയിരിക്കും. അവോയ്ഡ് ചെയ്യേണ്ടതാണെങ്കിൽ അവോയ്ഡ് ചെയ്യുകയും അത് ശരിക്കും സോൾവ് ചെയ്യേണ്ടതാണെങ്കിൽ ആ മീറ്റിങ്ങിന് പുറത്തേക്ക് വന്നിട്ട് അത് സോൾവ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് സ്ക്രം മീറ്റിംഗ്
മീറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ 6 പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെ കൃത്യമായിട്ടുള്ള സ്ക്രം മീറ്റിങ്ങുകൾ നടത്താവുന്നതാണ്. ഒരു കാരണവശാലും സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിന് വേണ്ടി മാത്രമാണ് സ്ക്രം മീറ്റിങ്ങുകൾ എന്ന് തെറ്റിദ്ധരിക്കരുത്. ഏതൊരു ഇൻഡസ്ട്രിയിലും ഏതൊരു ഓഫീസിലും സ്ക്രം മീറ്റിങ്ങുകൾ നടത്താവുന്നതേ ഉള്ളൂ. എല്ലാ ദിവസത്തെയും മോർണിംഗ് മീറ്റിങ്ങുകൾ സ്ക്രം മീറ്റിങ്ങുകളാക്കി മാറ്റിയാലും ഒരു കുഴപ്പമില്ല. പ്രത്യേകിച്ചും സ്മോൾ ആൻഡ് മീഡിയം ലെവൽ എൻ്റർപ്രൈസസിലൊക്കെ മോർണിംഗ് മീറ്റിങ്ങുകൾ 15 മിനിറ്റ് നേരത്തെ മോർണിംഗ് മീറ്റിങ്ങുകൾ സ്ക്രം മീറ്റിങ്ങുകളാക്കുകയാണെങ്കിൽ വളരെ സ്പെസിഫിക് ആയിരിക്കും, കൃത്യമായി കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. അപ്പോൾ ഇനി മുതൽ എല്ലാ ദിവസവും നിങ്ങളുടെ ഓഫീസിൽ ഒരു ചെറിയ സ്ക്രം മീറ്റിംഗ് ആരംഭിച്ചോളൂ.